അങ്ങനല്ല, SKVയിലെ സ്കൂളിലെ അച്ഛനുണ്ട്. SKBMലെ അച്ഛന് ഇവിടെ വരുവാണ്. ഞാൻ ഇവിടെ നിൽക്കുന്നത്. ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് കാണാനാ ഞങ്ങൾ വന്നത്. മാളുവിൻ്റെ അച്ഛൻ്റെ സ്കൂളിലെ ലഹരി വിരുദ്ധ ദിന ഫ്ലാഷ് മോബ്, തെരുവ് നാടകം. ഇപ്പൊ ഇവിടെ കളിക്കും കുട്ടികള്, ചേട്ടന്മാര് അല്ലേ, ചേച്ചിമാരാണോ? ബഹുമാന്യരെ, ഇന്ന് ലോകം മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ നീരാളിക്കൈയിൽ അമർന്നിരിക്കുകയാണ്. ലോകത്തെ നയിക്കേണ്ട യുവത്വങ്ങളാണ് ഈ നീരാളിക്കൈയിൽ കൂടുതലും കുടുങ്ങിയിരിക്കുന്നതെന്ന് നാം ദുഃഖത്തോടെ തന്നെ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. യുവജനങ്ങളുടെ ഭൗതിക ശേഷി ലഹരികൾ കാർന്നിരുമ്പോൾ നഷ്ടപ്പെടുത്തുന്നത് അവർ സ്വന്തം ജീവിതം മാത്രമല്ല, അവരുടെ കഴിവുകൾ കൊണ്ട് വളരേണ്ട സമൂഹത്തെ കൂടിയാണ്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വ്യക്തിയെയും സമൂഹത്തെയും എത്രമാത്രം ബാധിക്കപ്പെടുമെന്ന് ഏവരെയും ബോധ്യപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഇന്ന് ഏറി വരികയാണ്. എല്ലാ വർഷവും ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി നാം ആചരിക്കുന്നുണ്ടെങ്കിലും ലഹരി എന്ന വിപത്തിനെതിരെയുള്ള പ്രചാരണം, പോരാട്ടവും ആ ദിവസങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ. അത് എന്നും എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കണം. ഐക്യരാഷ്ട്രസഭയിൽ 1987 പാസാക്കിയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ വർഷവും ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് ചൈനയിൽ നിന്നാണ്. ചൈനയിലെ ഗ്വാണ്ടിങ്ങിൽ കറുപ്പ് നിരോധിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ നേതാവായ ലിൻ സെക്സോ നടത്തിയ പോരാട്ടത്തിനുള്ള ആദരം എന്ന നിലയിലാണ് ലഹരി വിരുദ്ധ ദിനം തീരുമാനിക്കപ്പെട്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1987 ഡിസംബറിലാണ് ഐക്യരാഷ്ട്രസഭ വർഷത്തിൽ ഒരു ദിവസം ലഹരി വിരുദ്ധമായ ദിനമായി ആചരിക്കാൻ പ്രമേയം പാസാക്കിയത്. എന്നാൽ ഈ ലഹരി വിരുദ്ധ പ്രചാരണം ദിനാചര്യയായി നടത്താൻ ചുക്കമ്പേരൂർ SKB ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന തെരുവ് നാടകവും നാടൻപാട്ടുമാണ്. ലഹരി വിമുക്ത മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SKB ഹൈസ്കൂളിലെ കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന ഈ വേദിയിലേക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന് മാന്നാറിൻ്റെ ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ഭരണസമിതി അംഗവുമായിട്ടുള്ള ശ്രീ അനീഷ് മണ്ണാരത്തിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി SKB സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന തെരുവ് നാടകമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ഈ ജംഗ്ഷനിൽ എത്തിച്ചിരിക്കുന്നത്. ലഹരിയെ അപ്പാടെ നമ്മുടെ നാട്ടിൽ നിന്നും ഓടിക്കുന്നതിന് വേണ്ട മുൻകരുതലെടുക്കുവാനും ഇന്നത്തെ തലമുറയെ രക്ഷിക്കുന്നതിനും എല്ലാം വേണ്ടി കൂടിയാണ് കുട്ടികൾ ഇന്ന് ഈ ഒരു നാടകം അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഇത് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ടീച്ചർമാർക്കും കുട്ടികളെ എല്ലാവരും മാന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും 13ാം വാർഡിലുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും അതുപോലെ തന്നെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മദ്യവും മയക്കുമരുന്നും പോലെയുള്ള മാരകമായ വസ്തുക്കൾക്കെതിരെ SKB ഹൈസ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന നാടൻപാട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നത്.
മദ്യവും മയക്കുമരുന്നും പോലുള്ള മാരകമായ വസ്തുക്കൾക്കെതിരെ SKV ഹൈസ്കൂളിലെ കുട്ടികൾ ഒരുക്കുന്ന തെരുവു നാടകം. ജീവിതമാകണം ലഹരി. അവൻ സ്വർഗമായി ലഹരിയാണ് എല്ലാവർക്കും കാരണം. കോഴിക്കോട്ട് മകന്റെ കുത്തേറ്റ് പിതാവ് പറയുന്നു. ലഹരിക്കായി പരീക്ഷണങ്ങൾ ഒരുക്കി വിദ്യാർത്ഥികൾ. ഫെവിക്കോൾ, കൂളിപ്പും പുതിയ കോമ്പിനേഷൻ. മാതാപിതാക്കൾ സൂക്ഷിക്കുക. ന്യൂ ഇയർ പൊടിപൊടിക്കാൻ MDMA-യും ചരസും. 6 കോടിയുടെ ലഹരി വേട്ട. 8 പേർ അറസ്റ്റിൽ. നിങ്ങൾ മദ്യത്തിലെ ലഹരിക്ക് മൊബൈൽ ഫോണും അടിമപ്പെട്ട പ്രതികരണ ശേഷിയില്ലാത്ത ഇത് ന്യൂജനാണ്. സോഷ്യൽ മീഡിയയുടെ കാലം. അച്ഛൻ ലഹരിയില്ലാതെ പിന്നെ എന്താ ആഘോഷം? എന്താ വേണം?
ഈ ലഹരിയാണ്. അതിനെ വലിച്ചെറിയുകയും ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുകയും. മനസ്സു മാറ്റും ലഹരി നാടിനു വേണ്ട വീടിനു വേണ്ട